പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ തിരക്കിട്ട പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികൾ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ പ്രചാരണ ചൂടിലാണ് സ്ഥാനാർത്ഥികൾ. തിരുവല്ല നിയോജക മണ്ഡലത്തിലായിരുന്നു LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ പ്രചരണം. തിരുവല്ല മാർത്തോമ കോളേജ്, വിവിധ സ്ഥാപനങ്ങൾ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു തോമസ് ഐസക്. ഈ മാസം 30-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നമ്മുടെ യുവതലമുറ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു. അത് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെല്ലാം പുറത്തു പോകണേ? പഠിച്ചവർക്ക് ജോലി കിട്ടണം. വിദ്യാഭ്യാസം നന്നാക്കാൻ സർക്കാർ ചില നടപടികൾ എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ നമ്മുടേതായിട്ടുള്ള ചില പുതിയ പരിപാടികൾ. പത്തനംതിട്ടയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിലെ 5 കൺവെൻഷനുകളിലായിരുന്നു UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ പ്രചാരണം. പത്തനംതിട്ട, പന്തളം, കോന്നി മേഖലകളിൽ പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് മണിമല മേഖലയിലെത്തി വോട്ട് അഭ്യർത്ഥിച്ച് കാഞ്ഞിരപ്പള്ളിയിലേക്ക് മടങ്ങി. BJP സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി പത്തനംതിട്ട നഗരത്തിൽ പൊതുജനങ്ങളുടെയും വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരെയും സ്ഥാപനാംഗങ്ങളെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി മോദിയുടെ വികസന സ്വപ്നങ്ങൾക്ക് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കണമെങ്കിൽ NDA സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിക്കണമെന്നും UDF, LDF മുന്നണികൾ ഈ നാടിന്റെ വികസനങ്ങളെ തകർത്തുകളഞ്ഞവരാണെന്നും അതുകൊണ്ടുതന്നെ ജനങ്ങൾക്കിടയിൽ അവരെ പറ്റിയുള്ള മതിപ്പ് കുറഞ്ഞു വരികയാണെന്നും NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി അഭിപ്രായപ്പെട്ടു. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാറിനെ തടഞ്ഞതിനെ തുടർന്ന് SFI ABVP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ITIയിലാണ് സംഭവം.